സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന NCERT അവർ പാസ്റ്റ് 1 ചാപ്റ്റർ 2 ആണ്. ഫ്രം ഹണ്ടിങ് ഗാദറിങ് ടു ഗ്രോയിങ് ഫുഡ്. അതായത് ഹണ്ടിങ് ഗാദറിങ്ങിൽ നിന്ന് മനുഷ്യർ എങ്ങനെയാണ് ഫുഡ് സ്വന്തമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്, അതായത് അവരൊരു ഫാർമേഴ്സ് എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നോക്കുന്നത്. അപ്പോൾ ഏർലിയസ്റ്റ് പീപ്പിൾ, അതായത് പണ്ട് കാലത്ത് നമ്മളിപ്പോൾ പാലിയോലിത്തിക് പീരീഡ് ആ ഒരു ഏജൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ആൾക്കാർ കൂടെ മെയിൻലി ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. അതായത് ഒരു 2 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ ജീവിച്ചിരുന്നേച്ചവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ഇന്ന് വിളിക്കുന്ന ഹണ്ടർ ഗ്യാദറേഴ്സാണ്. അത് കാരണം അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയായിരുന്നു ഫുഡ് ലഭിച്ചിരുന്നേച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് വിളിക്കുന്നത്. ജനറലി അവർ കൂടുതലായിട്ട് ഹണ്ട് ചെയ്തിരുന്നത് വൈൽഡ് ആനിമൽസിനെയാണ്. പിന്നെ ഒപ്പം അവർ മീൻ പിടിക്കുക, പക്ഷികളെ പിടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മരങ്ങളുടെ വേര്, നട്ട്സ്, വിത്ത്, ലീവ്സ് ഇതെല്ലാം അവർ എന്ത് ചെയ്തിരുന്നു, കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹണ്ടർ ഗാദറേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് ഇവർ ഒരിടത്ത് മാത്രമായിട്ട് നിന്നിരുന്നില്ല എന്നുള്ളതിന് ആൻസറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് തന്നെ ഫസ്റ്റ് റീസണായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കുറേ കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ അവിടെയുള്ള എല്ലാം ഭക്ഷിച്ച് കഴിയുമായിരിക്കും. അവിടെയുള്ള പ്ലാന്റ് റിസോഴ്സ് ആയാലും ആനിമൽ റിസോഴ്സസ് ആയാലും അവർ കംപ്ലീറ്റ്ലി അതെല്ലാം കഴിച്ചു തീർത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് പിന്നീട് ഒരിടത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് സർവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഫുഡ് അന്വേഷിച്ചു കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഹണ്ടർ ഗാദറേഴ്സാണ്. അപ്പോൾ ഇവർ ഹണ്ടിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് നിന്ന്. അത് ചിലപ്പോൾ അതിൻ്റെ ഇരയെ തേടിയിട്ടായിരിക്കും ഈ ആനിമൽസ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാൻ, അതുപോലെ തന്നെ ഇപ്പോൾ വൈൽഡ് കാറ്റിൽ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പുൽമേടുകൾ തേടി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലകൾ തേടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൃഗങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെ വേട്ടയാടുന്ന ഈ മനുഷ്യരും എന്ത് ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. മൂന്നാമത്തെ ഒരു റീസണായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് സീസൺസിലുള്ള പല സീസൺസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്ലാന്റ്സ് ആയാലും ട്രീസ് ആയാലും അതിൻ്റെ അകത്തൊക്കെ ഫ്രൂട്ട്സ് വരുന്നതിനൊരു പീരീഡുണ്ട്. അപ്പോൾ പല ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇവർ യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ. അപ്പോൾ ഈ ഓരോ സീസൺ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്ലാന്റ്സിൽ കായ്കനികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീസണൽ ചേഞ്ചസ് വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഫോർത്ത് റീസണായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആളുകൾക്കായാലും ഇപ്പോൾ സസ്യങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. അപ്പോൾ വെള്ളമെന്ന് പറയുന്നത് നമുക്കറിയാം ലേക്സ്, സ്ട്രീംസ്, റിവേഴ്സ് ഇവിടെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പല ലേക്സ് ആയാലും റിവേഴ്സ് ആയാലും നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഹിമാലയൻ റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെരുന്നീരാണ്, ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ചില ഇപ്പോൾ റിവേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സീസണലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം കിട്ടണമെന്നില്ല. അപ്പോൾ ഡ്രൈ സീസൺസ് ഒക്കെ ആകുമ്പോൾ, ഇപ്പോൾ വിൻ്റർ അല്ലെങ്കിൽ സമ്മർ സീസണൊക്കെ ആകുമ്പോഴേക്കും ഇവർക്ക് വെള്ളം അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ വെള്ളം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര അതെന്ത് ചെയ്യുന്നു, ഇവരെ നദിയുടെ തീരത്തൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രൈ സീസൺസൊക്കെ ആകുമ്പോഴേക്കും നദീ തീരത്തേക്കൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മെയിൻലി ഹണ്ടർ ഗ്യാദറേഴ്സ് മൂവ് ചെയ്യുന്നത്. ഇനി ഈ ആളുകളെക്കുറിച്ച്, ഈ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് എവിടെ നിന്നാണ് വിവരം ലഭിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇവരെക്കുറിച്ച് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴേക്കും ആർക്കിയോളജിസ്റ്റുകൾ ഇവരുപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയിരുന്ന കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസ്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന വുഡ്, ബോൺ, അതുപോലുള്ള
കാര്യങ്ങളൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ടൂൾസാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ ടൂൾസിന് കൂടുതൽ കാലം എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. ബോൺസൊക്കെ ആകുമ്പോൾ പൊടിന് വുഡൊക്കെ ആയാലും ചിതലൊക്കെ വന്ന് ഇതായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻലി സ്റ്റോൺ ടൂൾസാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചില സ്റ്റോൺ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ചില ഇതിനൊക്കെ നമ്മൾ ഈ കൈപ്പിടി പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, ഹാൻഡിൽസൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഇവർ വുഡൊക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിറക് ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഈ ഫയർവുഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വുഡെന്ന് പറയുന്നത് ഒരു ടൂൾ എന്നുള്ള നിലയിൽ മാത്രമല്ല അവർ യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ ഹട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും മറ്റ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ എന്താണ് ഇത് മണ്ണ് കുഴിക്കാൻ വേണ്ടിയിട്ട്, ഗ്രൗണ്ട് കുഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് കഴിക്കാൻ പാകത്തിനുള്ള വേരുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മണ്ണ് കുഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഇവർ ആനിമൽസിൻ്റെ സ്കിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോത്ത്സ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ സെക്കൻഡ് പിക്ചർ. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ആർക്കിയോളജിസ്റ്റിന് എങ്ങനെയാണ് ഈ എവിഡൻസ് ഒക്കെ കിട്ടിയത്. അപ്പോൾ പല സൈറ്റുകളിൽ നിന്ന് ഇവർക്ക് എവിഡൻസ് ലഭിച്ചിട്ടുണ്ട് ഈ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും മെയിൻലി മിക്ക സൈറ്റുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ സോഴ്സ് ഉള്ളിടത്തായിരിക്കും, അതായത് റിവേഴ്സിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ലേക്സിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ചിട്ടുള്ള എവിഡൻസ് കിട്ടിയത് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മാപ്പിൻ്റെ അകത്ത് റെഡ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പാലിയോലിത്തിക് സൈറ്റ്സ് എന്ന് പറയുന്നത് മിക്കതും സൂചിപ്പിക്കുന്നത് എന്താണ്, ഈ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് എവിഡൻസ് കിട്ടിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഇതാണ്, ഒന്ന് കുർണൂൾ കേവ്സ്, രണ്ടാമത്തത് ഹങ്സി, മൂന്നാമത്തത് ബിംബേക്ക. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ പറയാം, ഹങ്സിയും കുർണൂൾ കേവ്സ് ഏകദേശം കൃഷ്ണ നദിയുടെ അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ബിംബേക്ക എന്ന് പറയുന്നത് നർമ്മദ നദിയുടെ തീരത്തായിട്ടും വരുന്നുണ്ട്. അപ്പോൾ കുർണൂൾ കേവ്സ്, ഹങ്സി, ബിംബേക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആണ്. അത് നമ്മുടെ പാലിയോലിത്തിക് സൈറ്റാണ്, അല്ലെങ്കിൽ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ചിട്ടുള്ള എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ള സൈറ്റുകളാണ് കുർണൂൾ കേവ്സ്, ഹങ്സി, ബിംബേക്ക. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഈ മാപ്പിൻ്റെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലൂ സ്ക്വയർ ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നിയോലിത്തിക് സൈറ്റ്സ് ആണ്. നിയോലിത്തിക് സൈറ്റിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് പയ്യാമ്പള്ളി, ഹല്ലൂർ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾദിഹ്വ, ചിറാൻഡ്, ബുർസാഹോം, മെഹർഗഡ്, ഡാവോജലി, ഹെയ്ദിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പയ്യാമ്പള്ളിയൊക്കെ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ബുർസാഹോം, മെഹർഗഡ്, പിന്നെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ഒരിടമായതുകൊണ്ട് ഡാവോജലി, ഹെയ്ദിങ്ങും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മെഗാലിത്തിക് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ആദിച്ചനെല്ലൂറും ബ്രഹ്മഗിരിയുമാണ്. പിന്നെ നമ്മുടെ ഏർലി വില്ലേജിന് എക്സാമ്പിളാണ് ഇനാംഗാവോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇടം. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ട് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. പിന്നെ മോഡേൺ സിറ്റീസ് നമുക്കറിയാവുന്നതാണ്. ഇപ്പം മുംബൈയും കൊൽക്കത്തയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ബിംബേക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിംബേക്ക എന്ന് പറയുന്നത് ഇന്നത്തെ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതൊരു പഴയൊരു സൈറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് കേവ്സും റോക്ക് ഷെൽട്ടേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആളുകൾ കൂടുതൽ നാച്ചുറൽ കേവ്സിലാണ് താമസിക്കാൻ താല്പര്യപ്പെട്ടിരുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവർക്കൊരു ഷെൽട്ടറായിട്ടാണ്, ഒരു താമസ സൗകര്യമായിട്ടാണ്
ഒരു താമസത്തിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ ഗുഹകളെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുഹകളിൽ താമസിക്കുമ്പോഴേക്ക് അവർക്ക് മഴയിൽ നിന്ന്, അതുപോലെ തന്നെ ചൂട്, വിൻഡ്, അതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് കേവ്സിലും അതുപോലെ തന്നെ റോക്ക് ഷെൽട്ടേഴ്സിലൊക്കെ താമസിച്ചിരുന്നേച്ചത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീംബേട്ക എന്ന് പറയുമ്പോൾ തന്നെ അത് നർമ്മദാ നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഈ റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് നർമ്മദാ വാലിയുടെ അടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കേവ്സിൽ തന്നെ കുറേ റോക്ക് പെയിൻറ്റിങ്സ് ഒക്കെ കാണാം. അപ്പോൾ അതിൻ്റെ അകത്തും കൂടുതൽ നമ്മൾ ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള റോക്ക് പെയിൻറ്റിങ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇത് റോക്ക് ഷെൽട്ടേഴ്സിനൊക്കെ എക്സാമ്പിളാണ്, കേവ്സിനൊക്കെ എക്സാമ്പിളാണിത്. ഇനി എന്താണ് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആർക്കിയോളജിക്കൽ സൈറ്റ്, അങ്ങനെ നമ്മൾ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പണ്ടത്തെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, അവരുടെ ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെയുള്ള റിമൈൻസൊക്കെ കിട്ടുന്ന സ്ഥലത്തെയാണ് നമ്മൾ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് ഉള്ള ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളെ, അത് എവിടെ നിന്ന് അവർ നിർമ്മിച്ചതോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അവരിട്ടിട്ട് പോയതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടെത്തുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ വെള്ളത്തിനടിയിലായാലും നമ്മൾ എന്തെന്ന് പറയും, സൈറ്റ്സ് എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കുർണൂൽ കേവ്സിനെ കുറിച്ചിട്ടാണ്. അതായത് കുർണൂൽ കേവ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്, കുർണൂൽ കേവ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ആയിട്ടാണ് കുർണൂൽ കേവ്സ്, നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കുർണൂൽ കേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കുർണൂൽ കേവ്സിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ചാരത്തിൻ്റെ, ആഷിൻ്റെ ട്രേസസ് നമുക്ക് കണ്ടുകിട്ടിയത്. അപ്പോൾ ഈ ആഷ് കണ്ടുകിട്ടിയതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുർണൂൽ കേവ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തീ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ അവരെന്തായിരിക്കാം, ഒരു പ്രകാശത്തിന്, ലൈറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവരത് ആ ഫയർ യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ്, മീറ്റ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈവൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, മറ്റു മൃഗങ്ങളെ ഓടിച്ച് വിടാൻ വേണ്ടിയിട്ട്, പേടിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഫയർ യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ നെയിംസ് അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ആർക്കിയോളജിസ്റ്റ് പല ലെങ്തി നെയിംസ് ഓരോ ടൈമിന് നമ്മൾ പഠിക്കുന്ന ഈ ഓരോ കാര്യത്തിനും പല ലെങ്തി ആയിട്ടുള്ള നെയിംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏർലിയസ്റ്റ് പീരീഡിനെ അവർ വിളിക്കുന്നത് പാലിയോലിത്തിക് ആണ്. അപ്പോൾ ഈ പാലിയോലിത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വരുന്നത് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. പാലിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് അഥവാ പഴയതെന്നുള്ള മീനിങ് ആണ്. ലിത്തോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ എന്നുള്ളതാണ്. അപ്പോൾ പഴയ ശിലായുഗത്തെ നമ്മൾ പാലിയോലിത്തിക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് സ്റ്റോൺ ടൂൾസ് ആണ് കിട്ടുന്നത്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്, പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത് ഒരു 2 മില്യൺ ഇയേഴ്സ് എഗോ മുതൽ ഒരു 12,000 ഇയേഴ്സ് എഗോ വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. ഈ പാലിയോലിത്തിക് പീരീഡിനെ തന്നെ നമ്മൾ ലോവർ പാലിയോലിത്തിക് പീരീഡ്, മിഡിൽ പാലിയോലിത്തിക് പീരീഡ്, അപ്പർ പാലിയോലിത്തിക് പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പർ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയുടെ 99% പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ മനുഷ്യ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 99% ടൈം കവർ ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ശേഷം ഒരു 12,000 ഇയേഴ്സ് എഗോ
അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇവിടെ കുറേ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് കാണുന്നുണ്ട്, ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിനെ നമ്മൾ മെസോലിത്തിക് പീരീഡ് എന്നാണ് പറയുന്നത്, അതായത് മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെയുള്ള സ്റ്റോൺ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെ നമ്മൾ മൈക്രോലിത്സ് എന്നാണ് പറയുന്നത്. മൈക്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ എന്നുള്ള ഇതാണ്, ലിത്തോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന പീരീഡാണ് നമ്മൾ മെസോലിത്തിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചില്ല എന്നല്ല, പക്ഷേ ജനറലി അവിടെ എന്താണ് ടൈനി സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ മൈക്രോലിത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി അത് നമ്മൾ ഒരു ബോണിൻ്റെ അല്ലെങ്കിൽ വുഡിൻ്റെയൊക്കെ ഹാൻഡിൽസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ നമ്മൾ അരിവാൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ മൈക്രോലിത്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്രോലിത്തിക് അല്ലെങ്കിൽ മെസോലിത്തിക് പീരീഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ പണ്ടുള്ള വെറൈറ്റീസ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10,000 ഇയേഴ്സ് എഗോ മുന്നേ ഉള്ള പീരീഡാണ്. ആ ഒരു പീരീഡിനെ നമ്മൾ നിയോലിത്തിക് എന്നാണ് പറയുന്നത്. നിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ആണ്. അപ്പോൾ ന്യൂ സ്റ്റോൺ ഏജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു മെസോലിത്തിക് പീരീഡിൻ്റെയൊക്കെ സമയത്ത് ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതായത് ഒരു 12,000 ഇയേഴ്സ് ആ ഒരു ടൈം പീരീഡിൻ്റെ സമയത്ത് നമ്മുടെ വേൾഡിൽ തന്നെ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരുവാണ്. അതായത് ഒരു വാം കണ്ടീഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വാം കണ്ടീഷനിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ, ചൂടൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാസ് ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് മാറുവാണ്. അതായത് ഇപ്പോൾ ഫോറസ്റ്റ് ഫയറൊക്കെ ഉണ്ടായി ഇതായി അങ്ങനെ ഗ്രാസ് ലാൻഡ്സിലേക്കൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രാസ് ലാൻഡ്സ് ആകുമ്പോഴേക്കും അതിന് റിലേറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡീർ, ആൻറ്റിലോപ്പ്, ഗോട്ട്, ഷീപ്പ് അതുപോലെയുള്ള അതായത് ഗ്രാസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ഈ ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഫോളോ ചെയ്യുകയും അങ്ങനെ അതിൻ്റെ ഫുഡ് ഹാബിറ്റുകൾ, ഈ മൃഗങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് പഠിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുവാണ്, ബ്രീഡിങ് സീസൺസൊക്കെ മനസ്സിലാക്കുവാനായിട്ടും ശ്രമിച്ചു. അങ്ങനെ ഇവർ ഈ ബ്രീഡിങ് സീസൺസൊക്കെ നോക്കുന്ന അവരുടെ ഈ ആനിമൽസിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എങ്ങനെ നമുക്ക് ഈ മൃഗങ്ങളെ പരിപാലിക്കാം, സ്വന്തമായിട്ട് എങ്ങനെ പരിപാലിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ നോക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്യുവാണ്, കാറ്റിൽ റയറിങ് അതുപോലുള്ള മറ്റ് മൃഗപരിപാലനത്തിലേക്ക് ഇവർ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ ഫിഷിങ്ങും എന്ത് ചെയ്യുകയാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിങ് ഹേർഡിങ്ങിൻ്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 12,000 ഇയേഴ്സ് എഗോ എന്നുള്ള ആ ഒരു പീരീഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും കുറേ ഇങ്ങനെ ധാന്യങ്ങളുള്ള ഗ്രാസസ് വളരുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വീറ്റ്, ബാർലി, റൈസ് അതുപോലെയുള്ളവ. അപ്പോൾ ഇതുപോലെയുള്ള ഗ്രെയിൻ ബെയറിങ് ഗ്രാസസ് ഇങ്ങനെ നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലി വളരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ ഇവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഈ ഗ്രെയിൻസ് ഫുഡിൻ്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്, കളക്ട് ചെയ്യുകയാണ്. പിന്നെ അവരിത് എങ്ങനെ വളർത്താം എന്നുള്ളത് പഠിക്കുന്നു, ഇത് എപ്പോഴാണ് റൈപ്പൺ ആകുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ ഇവർ പഠിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, എങ്കിലും നമുക്കിനി ഈ പ്ലാന്റ്സ് സ്വന്തമായിട്ട് വളർത്തിയാലോ എന്നിവർ ആലോചിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ പിന്നീട് ഈ ഗ്രെയിൻസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ആ വിത്തൊക്കെ പാകി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ആ ഹണ്ടർ ഗ്യാദറേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്, പതിയെ ഒരു ഫാമേഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ആളുകൾ ആനിമൽസിനെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, അവരെങ്ങനെ ഇണക്കി വളർത്താം എന്നുള്ളത് പരിശീലിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, അവർ താമസിക്കുന്ന ഷെൽട്ടേഴ്സിനടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഫുഡൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൃഗങ്ങളെ അട്രാക്റ്റ് ചെയ്യിച്ച് അതിനെന്ത് ചെയ്യുന്നു, ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ ആനിമൽ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് നമ്മുടെ ഡോഗിൻ്റെ തന്നെ ഒരു വൈൽഡ് ആൻസെസ്റ്ററിനെയാണ്.
പിന്നീടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അവരോട് ഇച്ചിരി ജെൻറ്റിലായിട്ടുള്ള, അധികം അക്രമം ഇതില്ലാത്ത വളരെ ജെൻറ്റിലായിട്ടുള്ള ആനിമൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ, പിഗ് അതുപോലുള്ള മൃഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇണക്കി വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെത് മെയിനായിട്ട് നോക്കുമ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ കൂടുതൽ ഗ്രാസ് മതിയാകും. അപ്പോൾ ആ ഗ്രാസ് കഴിച്ചുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾ എന്ത് ചെയ്തോളും, ജീവിച്ചോളും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുവാണ്, മൃഗപരിപാലനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഇണക്കി വളർത്തുന്നതിനോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. അതായത് മറ്റ് കാട്ടിലെ മൃഗങ്ങൾ വന്നിട്ട് ഇതിനെ അറ്റാക്ക് മറ്റ് വൈൽഡ് ആനിമൽസ് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, അവരൊരു ഹേർഡേഴ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ്, മാറുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ഹണ്ടർ ഗ്യാദറേഴ്സിൽ നിന്ന് അവർ പതിയെ ഫാമിങ്ങിലേക്ക്, ഹേർഡിങ്ങിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ള വാക്ക്, മൃഗപരിപാലനത്തിനൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്നൊക്കെയുള്ള പരിപാലനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ള വാക്ക്. അപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ള വാക്ക് ആനിമൽസിനെ നമ്മൾ നോക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്ലാന്റ്സ് വളർത്തുന്നതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തനിയെ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഡൊമസ്റ്റിക്കേഷൻ്റെ കാര്യം വരുമ്പോഴേക്കും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഗ്രോ ചെയ്യേണ്ടതെന്നുള്ളത് അവർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് മൃഗത്തെയാണ് ഞങ്ങൾ പരിപാലിക്കേണ്ടതെന്നുള്ളത് അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഡൊമസ്റ്റിക്കേഷനും സാധാരണ വളർന്നു വരുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആളുകൾ എന്തായിരിക്കും, ഡിസീസിനോട് വളരെ പ്രോൺ അല്ലാത്ത രീതിയിലുള്ള ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നമ്മളായാലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൃഗത്തെ നമ്മൾ മേടിക്കാനിരിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് രോഗം വരുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ വിത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും രോഗങ്ങളുള്ളതാണോ, അല്ലെങ്കിൽ രോഗത്തെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈൽഡാണ്. ഈൽഡ് എത്രമാത്രം കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പശുവിനെ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം നമ്മൾ എത്ര ലിറ്റർ പാൽ അതിന് കിട്ടും, അതിൽ നിന്ന് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ സിലക്റ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് അതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആനിമൽസിൻ്റെ അകത്ത് കൂടുതലായി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ജെൻറ്റിലായിട്ടുള്ള, വളരെ കമ്പാരിറ്റീവ്ലി ജെൻറ്റിലായിട്ടുള്ള മൃഗങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇണക്കി വളർത്തുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ നടത്തുന്ന മൃഗങ്ങളും വൈൽഡ് ആനിമൽസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ ടീത്തിലാണ്, പിന്നെ അതുപോലെ തന്നെ ഹോൺസിലുമാണ്. ഇപ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെ ടീത്തും കൊമ്പെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആനിമൽസിൻ്റെ ടീത്തിനേക്കാൾ അല്ലെങ്കിൽ ഹോണിനേക്കാളൊക്കെ വലുതായിരിക്കും. അപ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെ ടീത്ത് ഹോണും ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെ ടീത്തും ഹോണിനേക്കാളും വലുതായിരിക്കും. പിന്നെ ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേൾഡിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് പെട്ടെന്നുണ്ടായ ഒരു സഡൻ ചേഞ്ച് അല്ല, അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അതായത് ആ ഒരു എൻവയൺമെൻറ്റൽ ചേഞ്ചസ് വന്നതിന് ശേഷം ഒരു 12,000 years എഗോയ്ക്ക് മുന്നേ ഒരു എൻവയൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ടായതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പിന്നീട് എന്തുണ്ടാകുന്നത്, ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആനിമൽ പ്രൊഡ്യൂസ് ആയാലും പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ്റെ ഫലമായിട്ടുള്ളതാണ്. പിന്നെ പണ്ട് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്ന വെച്ചാൽ പ്ലാന്റ്സ് ആണ് വീറ്റും ബാർലി എന്നൊക്കെ പറയുന്നത്.
പണ്ട് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ആനിമൽസാണ് ഷീപ്പും ഗോട്ട് എന്നൊക്കെ പറയുന്നത്. ഇത് ഇന്നും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അന്ന് മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യകാലം മനുഷ്യർ എന്ത് ചെയ്യാണ്, പതിയെ പതിയെ ഫാമിങ്ങിലേക്കൊക്കെ എത്തുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വിത്തും കാഴ്ച വരുമല്ലോ, അത് കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും അത് വളർന്ന് അതിൻ്റെ അകത്ത് കായ്കനികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നോക്കാൻ, ഈ പ്ലാന്റ്സൊക്കെ നോക്കാനോ അതിന് വെള്ളം ഒഴിക്കാനോ അതിൻ്റെ കള പറിക്കാനോ അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളോ പക്ഷികളോ വന്ന് അത് കഴിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനെ ഓടിക്കാനോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഇവർ ഒരിടത്ത് നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിന് അത്രയും ശ്രദ്ധ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഇത് എങ്ങനെ ഇത് ഇനിയിപ്പോൾ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവർ പതിയെ പതിയെ ഒരിടത്ത് സെറ്റിലാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇത് ഗ്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ, ഇത് ധാന്യമായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാസ്ക്കറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. ഇനി ആനിമൽസിനെ എങ്ങനെയാണ് റെയർ ചെയ്തതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആനിമൽസ് നമുക്കറിയാം തനിയെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എണ്ണം പെരുകുന്നതാണ്. പക്ഷേ അത് കൂടാണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ടൊരു ഒന്നുകൂടി ശ്രദ്ധ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് ഇവർക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫുഡിന് ഇവർക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ആനിമൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫാമേഴ്സ് അല്ലെങ്കിൽ ഹേർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരെങ്ങനെ കണ്ടുകിട്ടി അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏർലി ഫാമേഴ്സിനെ ഹേർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് എങ്ങനെയാണ് ആർക്കിയോളജിസ്റ്റിന് കിട്ടിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് ഇന്നത്തെ നോർത്ത് വെസ്റ്റിലും അതുപോലെ തന്നെ ഇന്നത്തെ കാശ്മീരിലും നമ്മുടെ ഈ നമ്മുടെ സബ് കോണ്ടിനെൻ്റ് കിഴക്കൻ പ്രദേശങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇവരെ പറ്റിയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നിയോലിത്തിക് സൈറ്റ്സ് സൂചിപ്പിക്കുന്നത് ഇവരുടെ ഈ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീരിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുർസാഹോം, അവിടെ ഇവരെ പറ്റിയിട്ടുള്ള ഫാമേഴ്സിനെ ഹേർഡേഴ്സിനൊക്കെ പറ്റിയിട്ട് ഷീപ്പൊക്കെ ഇതാക്കുന്നത്, പിന്നെ ഡാവോ ജലി ഹെയ്തിങ്, പിന്നെ നമ്മുടെ പയ്യാമ്പള്ളി, ഹല്ലൂർ അതുപോലെയുള്ള പ്രദേശങ്ങൾ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഫാമേഴ്സിനെ പറ്റിയിട്ട് ഹേർഡേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അപ്പോൾ ഈ സൈറ്റ്സൊക്കെ ഫാമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹേർഡേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആനിമൽ ബോൺസ് അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ഇവിടെ ഫാമേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഹേർഡേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കത്തിക്കരിഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഗ്രെയിൻസിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം അവർ കത്തിച്ചതാണോ ആ ഗ്രെയിൻ അഥവാ ആക്സിഡൻ്റലി സംഭവിച്ചതാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രെയിൻസും മനസ്സിലാക്കി അവർ ഈ ഒരു സ്ഥലത്ത് ഇന്ന രീതിയിലുള്ള ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റഡീസിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവർ പല മൃഗങ്ങളുടെ ബോൺസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന്. അങ്ങനെയാണ് നമുക്ക് അവിടെ ഫാമേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹേർഡേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് എന്ത് ചെയ്യുവാണ്, പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ചില സൈറ്റുകളിൽ നിന്ന് ചില ഹട്ട്സിൻ്റെ ഈ കുടിലുകൾ അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ ട്രേസസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ ബുർസ ഹോം, നമ്മുടെ കാശ്മീരിൽ ബുർസ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത് അവിടെയുള്ള ആളുകൾ പിറ്റ് ഹൗസസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിൽ കുഴിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റ് ഹൗസസ് നമുക്ക് കാണാൻ പറ്റുന്നത് ബുർസ ഹോമിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് പ്രധാനമായിട്ട് എന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത പ്രദേശമാണ്. അപ്പോൾ കോൾഡ് വെതർ കണ്ടീഷനിൽ ഒന്നുകൂടി തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ഷെൽട്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലുള്ള പിറ്റ് ഹൗസസ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഹൗസ്, അടുപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുടിലുകളുടെ അകത്തു നിന്നും പുറത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൾഡ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇൻഡോർ കുക്കിങ്ങും, അല്ലാണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഔട്ട്ഡോർ കുക്കിങ്ങും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും ഉണ്ടായിരുന്നു കുക്കിംഗ് ഹൗസ്, ഇൻസൈഡും ഉണ്ടായിരുന്നു, ഇൻഡോറിലും ഉണ്ടായിരുന്നു, ഔട്ട്ഡോറിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോൺ ടൂൾസ് കൂടി ഈ പല സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിയോലിത്തിക് ടൂൾസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പീരീഡിനെ നമ്മൾ നിയോലിത്തിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പീരീഡിൽ, നിയോലിത്തിക് പീരീഡിൽ സ്റ്റോൺ ടൂൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഇതാണ്, നല്ല ഫൈൻ കട്ടിങ് എഡ്ജ്, നല്ല കൂർത്ത മുനയൊക്കെ ഉള്ള സ്റ്റോൺ ടൂൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോർട്ടാർസും പെസിൽസ്, ഇടികല്ലൊക്കെ പോലെയുള്ള കാര്യങ്ങൾ, ഗ്രെയിൻസൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഇന്നും ഇടികല്ല് പോലെയുള്ള ഈ ഒലക്ക, ഉരലൊക്കെ പോലെയുള്ള അതിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങൾ ഇന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നിയോലിത്തിക് പീരീഡിൽ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂർത്ത മുനയൊക്കെയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടിയും അവർ പാലിയോലിത്തിക് പീരീഡിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സ്റ്റോൺ ടൂൾസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലുകൾ കൊണ്ടിട്ടുള്ള ടൂൾസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ന്യൂ സ്റ്റോൺ ടൂൾസാണ് ഇവിടെ ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പല തരത്തിലുള്ള എർത്ത് ആൻഡ് പോട്ട്സ്, മൺപാത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലതൊക്കെ ഡെക്കറേറ്റഡ് ആണ്. അപ്പോൾ അത് മിക്കതും കൂടുതൽ ഓരോ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം ഡെക്കറേറ്റഡ് ആണെന്ന് പറയുന്നില്ല, ചിലതൊക്കെ ഡെക്കറേറ്റഡ് ആണ്, ചില സമയങ്ങളിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് റൈസ്, വീറ്റ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ പോട്ട്സ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതിന് പുറമേ ആയിട്ട് അവർ തുണിയൊക്കെ നെയ്തിരുന്നു. അപ്പോൾ തുണിയുടെ ഇതിനായിട്ട് അവർ പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത് കോട്ടനാണ്. അപ്പോൾ കോട്ടനെ പറ്റിയിട്ടുള്ള അറിവ് നിയോലിത്തിക് പീരീഡിലുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് അവർ മാറിയെങ്കിൽ കൂടിയും അവർ ആ ഹണ്ടിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഹർഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ മെഹർഗഡിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു പ്ലെയിനാണ്. നമ്മുടെ ബോലെ പാസിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ മാപ്പിൻ്റെ അകത്ത് മെഹർഗഡ് കണ്ടതാണ്. ഇവിടെ ആയിട്ടാണ് മെഹർഗഡ് വരുന്നത്. അപ്പോൾ മെഹർഗഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എവിഡൻസാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മെഹർഗഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെഹർഗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഹർഗഡിലൂടെയാണ് നമ്മൾ ഇറാനിലേക്കൊക്കെ പോകാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
റൂട്ട് എന്ന് പറയുന്നത് ബോലാൻ പാസ് ആണ്. അപ്പോൾ ആ ബോലാൻ പാസിൻ്റെ അടുത്തുള്ള പ്രദേശമാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെഹർഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീറ്റും ബാർലിയൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പഠിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ മെഹർഗഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷീപ്പും ഗോട്ടൊക്കെ ആദ്യമായിട്ട് റെയർ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. നമ്മുടെ ഏർലിയസ്റ്റ് വില്ലേജസിന് ഒരു എക്സാമ്പിളാണ് ഈ മെഹർഗഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ആനിമൽസിൻ്റെ ബോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈൽഡ് ആനിമൽസ് ആയിട്ടുള്ള ഡീർ, പിഗ് അതിൻ്റെയൊക്കെ ബോൺസ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും ബോൺസൊക്കെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി മെഹർഗഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറ്റ് ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്റ്റാങ്കുലർ ഹൗസസ് അല്ലെങ്കിൽ സ്ക്വയർ ഹൗസസിൻ്റെ റിമൈൻസ് നമുക്ക് മെഹർഗഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീടിനും 4 അല്ലെങ്കിൽ അതിലധികമോ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ തിരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടാണ് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ മെഹർഗഡിലുള്ള ആൾക്കാർ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിച്ചിരുന്നു, മരണാനന്തരമുള്ള ജീവിതത്തിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ബറിയൽ സൈറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ബറിയൽ സൈറ്റ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിയോളിത്തിക് പീരീഡിലുള്ളവർ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. കാരണം എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന മെഹർഗഡാണ്. മെഹർഗഡിൽ നിന്നുള്ള ബറിയൽ സൈറ്റ്സ് അത് ഷോ ചെയ്യുന്നത് ഇങ്ങനെ ഇവർ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്ന മരിച്ച ഒരു മനുഷ്യൻ, അപ്പോൾ അയാളോടൊപ്പം തന്നെ ഗോഡ്സിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കുഴിച്ചു മൂടുന്നുണ്ട്. അതായത് അയാൾ മരിച്ചതിന് ശേഷം അയാൾക്ക് ഫുഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ആടിനെ കൂടി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ, നെക്സ്റ്റ് വേൾഡിൽ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടാണ് ശവം അടക്കിയിരുന്നത്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കാനുള്ളത്.